നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും എപ്പോഴും വീട്ടിലുള്ള ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് രുചികരമായ ഒരു മഞ്ചൂരിയൻ തയ്യാറാക്കിയെടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ എല്ലാവരും ഇതൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇത് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഉരുളക്കിഴങ്ങ് വെച്ച് മഞ്ചൂരിയൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരല്പം സവാള കൂടി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഉണ്ടാവും. പിന്നെ നമ്മുടെ രുചിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരല്പം കോൺഫ്ലവറും മൈദ കൂടി ചേർത്ത് കൊടുക്കുക. ആ പൊടികൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പരുവത്തിന് വേണം പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുഴച്ച് പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്ര ടേബിൾ സ്പൂൺ എന്ന് പറയുന്നില്ല. നമുക്ക് ആ പൊടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് എത്രത്തോളം പൊടി വേണോ അത്രത്തോളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉരുട്ടിയെടുക്കാൻ പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കുകയാണ്. ഇതാ ഇങ്ങനെ. അപ്പം ആ മാവത്രയും മൊത്തത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് ഉരുട്ടി എടുക്കുക. എല്ലാം ഇതേപോലെ ഉരുട്ടി കഴിയുമ്പം ചൂടായ എണ്ണയ്ക്കകത്തേക്കിട്ട് നന്നായിട്ട് എല്ലാ സൈഡും നന്നായിട്ട് മുരിച്ചൊന്ന് എടുക്കുക. ഇട്ടതിന് ശേഷം ഉടനെ ഇളക്കരുത്, എല്ലാം ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ ശേഷം മാത്രമേ അത് തിരിച്ചിടാൻ നമ്മൾ ശ്രമിക്കാവുള്ളൂ. ഇപ്പം എല്ലാം ഞാൻ ചൂടായ എണ്ണയ്ക്കകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എല്ലാം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് നന്നായി മുരിഞ്ഞ ശേഷം അതെല്ലാം ഒന്ന് തിരിച്ചിട്ട് അടുത്ത സൈഡും അതേപോലെ മുരിച്ച് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നിടം വരെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇപ്പം നന്നായിട്ട് ഒരു സൈഡ് മുരിച്ചിട്ടുണ്ട്. ഞാനൊരു കമ്പി ഉപയോഗിച്ച് കുത്തി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ രണ്ടാമത്തെ സൈഡ് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ സൈഡും നന്നായി മുരിഞ്ഞ ശേഷം ഓരോന്ന് എണ്ണയ്ക്കകത്തുനിന്ന് എടുത്ത് മാറ്റുക. ഇനിയും ഇതിനകത്തുനിന്ന് ഒരല്പം എണ്ണ മാറ്റി ഒരു ശകല എണ്ണ മാത്രം വെച്ചുകൊണ്ട് ബാക്കി എണ്ണയെല്ലാം മാറ്റിയ ശേഷം അതിനകത്തേക്ക് ഒരല്പം ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക. സവാളയും എനിക്ക് ആവശ്യത്തിന് ഒരല്പം പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം എരി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇതിനകത്തേക്ക് നമ്മുടെ രുചിക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരല്പം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. സോയാ സോസ്, ഒരല്പം ടൊമാറ്റോ സോസ്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക.
അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ബോൾസ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത്യാവശ്യം നല്ല ചൂടിൽ ഈ മസാലയെല്ലാം ഈ ഓരോ ബോൾസിലും നന്നായിട്ട് പിടിക്കുന്നിടം വരെ നന്നായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മസാലയെല്ലാം നന്നായിട്ട് ഓരോ ഉരുളക്കിഴങ്ങ് ബോൾസിലും നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോൾ ഒരല്പം മല്ലിയില കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള മഞ്ചൂരിയൻ റെഡി ആയി കഴിയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക.